ഹലോ. അപ്പോൾ ദേ ഇന്നലെ ചത്തുകുത്തി കിടന്ന ആളാണോ ഒന്ന് വീഡിയോ ആയിട്ട് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് നിങ്ങളോടും കടമയും ആത്മാർത്ഥതയും ഉണ്ടല്ലോ, എന്താണ് പറ്റിയതെന്നൊക്കെ പറയാൻ. പിന്നെ അങ്ങനെയല്ല, പൈസയ്ക്ക് വേണ്ടിയാണ് വീഡിയോ ഇടുന്നതെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എന്ത് വിചാരിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, പനിയൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി. അപ്പോൾ നമ്മുടെ കുറച്ചൊരു കഷായം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ പനിക്കൂർക്കയിലെയും തുളസിയിലെയൊക്കെ രാവിലെ തന്നെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ നമ്മുടെ ആമ്പലിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു തുടങ്ങിയപ്പോഴത്തേനും നല്ല ജീവനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ ഞാൻ വീഡിയോ എടുത്ത കൂട്ടത്തിൽ എടുത്തതേ ഉള്ളൂ. പിന്നെ ഈ നെല്ലിമരമൊക്കെ നമ്മൾ പുതിയ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി നട്ടു വെച്ചാണ്. അപ്പോൾ അതെല്ലാം വെള്ളമില്ലാതെ മരിക്കാറായതായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് വെള്ളം അടുത്ത വീട്ടിൽ നിന്ന് അവർ തന്നിട്ടുണ്ട് കേട്ടോ. അത് കാരണം പിന്നെ എല്ലാ സാധനങ്ങൾക്കും ഒരു പുതിയ ജീവൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ പനിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞിനുകുട്ടന് പനി പിടിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ കുഞ്ഞിനുകുട്ടന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും പനി പിടിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞിനുകുട്ടനാണ് പനി കിട്ടിയത്. കാരണം അവൻ ഫുഡ് കഴിക്കാണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് വാ പോലും തുറക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായി പോയായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ആണെങ്കിലും പനി പിടിച്ച് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അങ്ങനെ കിടക്കാനായിട്ട് പറ്റില്ലല്ലോ. നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മാമ്മയും പനി പിടിച്ച് കിടപ്പായി പോയിട്ടോ, പാവം. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത്. അപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിലൊക്കെ വന്നിട്ട് 2 ദിവസമായിരുന്നു. മൊത്തം ക്ലീൻ ചെയ്യാറായി കിടക്കുകയാണ്. അപ്പോൾ കിളിക്കും പനിക്കൂർക്കയില ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പൊട്ടിക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഇവിടെ കിടന്നിട്ട് വിളി തുടങ്ങും കേട്ടോ, അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു 19 മുട്ടയെങ്കിലും കിളിയിട്ടിട്ടുണ്ട്. പക്ഷെ ആകെ ഉണ്ടായിരിക്കുന്നത് ഒരൊറ്റ കുഞ്ഞാട്ടോ. അതാണ്ട് പൊട്ടിച്ചിട്ടേക്കുന്ന താഴെ എല്ലാം എടുത്ത് നിലത്തിടും കേട്ടോ. നിങ്ങൾ എന്ത് പറ്റുന്നതാണെന്നറിയില്ല. മുട്ട എന്തെങ്കിലും കേടാവുന്നതുകൊണ്ടായിരിക്കാം അതുങ്ങളെടുത്ത് കളയുന്നത്. പിന്നെ നമ്മുടെ റോസയ്ക്കൊക്കെ എന്തൊക്കെയോ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ രാവിലെ പനിക്കൂർക്കയില നോക്കിയ കൂട്ടത്തിൽ അതൊക്കെ ഒന്ന് നോക്കി പോയതാട്ടോ. അപ്പോൾ ഇതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് തുടങ്ങിയപ്പോഴത്തേന് അത്യാവശ്യം ആരോഗ്യമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷായത്തിലിടാൻ വേണ്ടിയിട്ട് പ്ലാവിലഞ്ഞിട്ട് മാവിലഞ്ഞിട്ടൊക്കെ തപ്പി ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇടുമോയെന്നൊന്നും എനിക്കറിയില്ല. പണ്ടൊക്കെ ഇങ്ങനെ അമ്മയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പിന്നെ അമ്മാമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കഷായമൊക്കെ കാച്ചി കുറുക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തിന് സൈഡിൽ നിൽക്കുന്ന മാവാണ്. അപ്പോൾ അതിൽ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പച്ചയുടെ അല്ല, പഴുത്ത മാവിലെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് എടുക്കണമെങ്കിൽ താഴെ ഇറങ്ങിപ്പോകണം. അത് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടാട്ടോ. അത് കാരണം ഞാൻ അതിൻ്റെ അതേ നിന്ന് തന്നെ മാവിൻ്റെ ഇലയിൽ നിന്ന് അത് പൊട്ടിച്ചെടുത്ത് അങ്ങനെ കഷായമൊക്കെ ഉണ്ടാക്കി, കാപ്പിയൊക്കെ ഇട്ട് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കഷായമൊക്കെ ആക്കി എടുത്തു കേട്ടോ. നോക്കിയപ്പോൾ മുറ്റം നിറയെ അഴുക്കായി കിടക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചത്ത് കിടന്നാലും കുഴപ്പമില്ല. എനിക്കിങ്ങനെ ഈ ക്ലീനിങ് അല്ലാണ്ട് കിടക്കുന്നത് ഭയങ്കര സങ്കടം കേട്ടോ. മുറ്റാണെങ്കിലും പെരയാണെങ്കിലും മുഴുവൻ ഇങ്ങനെ അലമ്പായി കിടക്കുന്നുണ്ട്. എനിക്കാകെ പ്രാന്ത് കയറും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ തല കറങ്ങി വീഴാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ പറ്റൂലല്ലോ. അത് കാരണം ഞാൻ എല്ലാം ഒന്ന് കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇങ്ങനെ കിടക്കുകയാണെ. അപ്പം അമ്മമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യായിരുന്നല്ലോ. മക്കളൊക്കെ ആണെങ്കിൽ ആകെപ്പാടെ കരച്ചിൽ പിഴിച്ചിൽ ബഹളം. കുഞ്ഞിപ്പെണ്ണൊക്കെ ആണെങ്കിൽ പനി വന്നിട്ടേ അവൾ ആകെ വയ്യാണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനേ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്കൊന്ന് ഒതുങ്ങിയപ്പോഴത്തേനും പാവം കിടപ്പിലായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ രാവിലെ തന്നെ മുറ്റത്തുനിന്ന് തുടങ്ങിയേക്കാം, ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പണികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം പെരക്കകത്താണെങ്കിലും മൊത്തം നിരന്ന് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. മുറ്റത്താണെങ്കിലും പെരക്കകത്താണെങ്കിലും ഇങ്ങനെ എല്ലാം ഇങ്ങനെ നിരന്ന് വലിച്ചു വാരിയിടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് പണ്ട് തൊട്ട് അങ്ങനെ കേട്ടോ. എനിക്കിങ്ങനെ കിടന്നിട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ബെഡ്ഷീറ്റ് പോലും ഇങ്ങനെ ചുളുങ്ങി കിടക്കുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ തമ്പുരുവിനും ഏകദേശം ആ സ്വഭാവമൊക്കെ തന്നെ. നമ്മളിങ്ങനെ കുഞ്ഞിലേ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ അവർ പഠിക്കുകയുള്ളൂ. അവളാണെങ്കിലും കളിച്ചൊക്കെ കഴിയുമ്പോൾ കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുമായിരുന്നു കേട്ടോ. ഒരു ബാസ്ക്കറ്റ് ഞാൻ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളിക്കുമ്പോൾ നിരത്തും പിന്നീട് അതെല്ലാം അടുക്കി പെറുക്കി വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ. അവളുടെ ബെഡ്ഷീറ്റ് ചുളുങ്ങുന്നതോ അതിലെന്തെങ്കിലും ആക്കണമോ ഒന്നും ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷേ ഞാനിപ്പോൾ വഴക്കൂടും. പിള്ളേരുള്ളപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയും. പിന്നെ കുഞ്ഞിനെക്കൂട്ടനാണെങ്കിൽ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ താല്പര്യമില്ലല്ലോ. പിന്നെ ഇപ്പോൾ കുഞ്ഞുമോളുണ്ടായതിന് ശേഷമാണ് അവൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് നമ്മൾ എടുക്കുന്നത്. കുഞ്ഞിനെക്കൂട്ടൻ അച്ഛനോട് എപ്പോഴും പറയും കളിപ്പാട്ടം വാങ്ങിച്ച് ഇങ്ങനെ ബാസ്ക്കറ്റിൽ അടുക്കി വെക്കാനാണോ നിൽക്കും. പക്ഷേ അവന് കളിപ്പാട്ടം ഇഷ്ടമല്ലല്ലോ. അവനും കൊടുക്കാറുണ്ട്. എന്നാലും അവനെല്ലാം ഈ പറഞ്ഞ പോലെ വലിച്ചെറിഞ്ഞ് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞും അങ്ങോട്ടേക്ക് എറിയും ഇങ്ങോട്ടേക്ക് എറിയും. ഇതൊക്കെ തന്നെ അവൻ്റെ പരിപാടി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെച്ചത് കേട്ടോ. അപ്പോൾ രാവിലെ ഓരോരോ പണികളൊക്കെ അങ്ങ് തുടങ്ങിയേക്കാം എന്നൊക്കെ വിചാരിച്ചങ്ങ് തുടങ്ങിയതാണ്. എല്ലാം ഭയങ്കര സ്ലോ മോഷനിലാണ്. പറ്റില്ലാത്ത കാരണമാണ് പനി വന്നതിൽ എനിക്ക് കുറച്ചൊരാശ്വാസം കിട്ടിയ കാര്യം, ഞാൻ കുറച്ചൊന്ന് ക്ഷീണിച്ചു എന്നുള്ളതാട്ടോ. ആ ക്ഷീണമൊക്കെ പെട്ടെന്നങ്ങ് മാറുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ എന്താ പറയുക, ഞാനങ്ങനെ വലിച്ചു വാരി കഴിക്കലൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഒരിക്കലും വണ്ണം കുറയില്ല. എനിക്കാണെങ്കിൽ വയറൊക്കെ ചാടി ഒരു ഡ്രസ്സും പാകാവാതൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തപ്പോൾ അടിപൊളിയായില്ലേ. ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കാണാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെ കിടക്കണത് കാണാനാണ് കേട്ടോ എനിക്കിഷ്ടം.
കുറേ സമയം കൊണ്ടാട്ടോ ഇത്തിരി മുറ്റമെല്ലാം അടിച്ചു വരുന്നത്. എനിക്ക് പലവട്ടം തലകറങ്ങി ഞാൻ ഈ സ്റ്റെപ്പിൽ വന്നിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ വീഡിയോയിലുണ്ടായിരുന്നു. ഞാനതൊക്കെ കട്ട് ചെയ്തു കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കുമ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി പട്ടി ഷോ കാണിക്കുകയാണോ, അതുകൊണ്ട് ആ പരിപാടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ടാട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ എന്നോട് കുറേ പേര് എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മുന്നേ ഇട്ട വീഡിയോ ഇല്ലേ, അപ്പോൾ അതിനിങ്ങനെ എതിരായിട്ട് ഇനി വീഡിയോ ഇടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇതോടുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു കുഞ്ഞിന് വേണ്ടി മാത്രം പറഞ്ഞാണ്, അല്ലാതെ ആരോടുള്ള വിരോധത്തിനൊന്നും പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ ആ വിഷയം ഞാനവിടെ നിർത്തി. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളൊരു കണ്ടൻറ്റ് കിട്ടാൻ നോക്കിയിരിക്കുന്ന ആളാണ്, അപ്പോൾ ഇനി പല വീഡിയോസിലും ഇതൊക്കെ തന്നെയായിരിക്കും തംബ്നെയിലും ഒക്കെ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എനിക്ക് കാണലൊന്നും ഉണ്ടായിരുന്നില്ല, വയ്യായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അവർ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്ക് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ കാരണം അവരുടെ വീഡിയോസ് റീച്ച് ആവുമോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അത് ആ കുഞ്ഞിന് നല്ലതായി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ആ വിഷയം വിട്ട കേസാണ്. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനത്തെ എന്താ പറയുക എതിർത്ത് വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ ഇടാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമല്ല. നമ്മുടെ മുളക് ഒക്കെ ഇങ്ങനെ അത്യാവശ്യം വെള്ളമൊക്കെ ചെന്നപ്പോഴത്തേന് നല്ല ഗുണ്ടുമണികളായിട്ട് വന്നിട്ടുണ്ടേ. എല്ലാം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും റെഡിയാവും. പക്ഷേ വെള്ളം ആയി വന്നപ്പോഴത്തേന് നമ്മുടെ കുറേ ചെടികളൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് പോയി കുറച്ച് അത്യാവശ്യം ഒരു വീഡിയോസൊക്കെ എടുക്കണം, എന്നിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യമൊക്കെ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നേ. വേറൊന്നല്ല, നമ്മുടെ വീടിന് പറ്റിയൊരു പേര് സെലക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ മനസ്സിലൊരു പേരുണ്ട്. അപ്പോൾ അതിലും നല്ലൊരു പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ തോന്നിയാൽ അതിടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴികളും നമ്മുടെ നാടും ഒക്കെ ഒന്ന് വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ വീഡിയോയുടെ തുടക്കത്തിലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പെട്ടെന്നാണ് പനി കയറി പിടിച്ചത്. പനി എന്ന് പറഞ്ഞാൽ ഇതൊരുമാതിരി കൊറോണ പോലെ ആയിപ്പോയിട്ടോ. കാരണം കുഞ്ഞിനെ കൊണ്ട് അച്ഛന് പനിയായിട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം കളിയാക്കി, നിങ്ങൾ തണുപ്പടിച്ച് ഗാനമേളയ്ക്ക് പോയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പനി പിടിപ്പിച്ചത്, ഞങ്ങൾക്ക് പനി പിടിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷേ ഇത്രയും വയ്യായികയാണ് പനി വന്നാലെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന പാട്ട് അത് മനസ്സിലായത്. പിന്നെ കുഞ്ഞിനെക്കൂട്ടന് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് അവന് ഫുഡ് കഴിക്കാണ്ട് വന്നപ്പോഴാണ് എനിക്ക് ടെൻഷനായത്. അവനാണെങ്കിൽ ഫുഡ് കഴിക്കാതെ അങ്ങനെ ഇരിക്കണ ആളല്ല. അവന് വിശന്നിട്ടുണ്ടെങ്കിൽ അവൻ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കണം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെള്ളം പോലും കൊച്ച് കുടിക്കാണ്ടായപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. പിന്നെ അവന് നമ്മൾ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവരെന്തൊക്കെയോ ഒട്ടിച്ച് പെറുക്കി കയ്യിലൊക്കെ ഇത് ക്യാനിലേക്ക് ഇട്ടു. പക്ഷേ അവരൊരു എത്ര പറയുക, ഒരു 5-6 പേര് കൂടി കൊച്ചിൻ്റെ കൈ ഇറുക്കി പിടിച്ച് ക്യാനിലിട്ടത് അവനൊരൊറ്റ സെക്കൻഡ് കൊണ്ട് വലിച്ചു പറിച്ച് കളഞ്ഞു കേട്ടോ. സമ്മതിച്ചതേയില്ല. പിന്നെ നമ്മൾ ട്രിപ്പ് ഇടാണ്ട് തിരിച്ചു പോന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ചെന്നപ്പോഴും നോക്കി, പക്ഷേ അവൻ സമ്മതിച്ചില്ല. ട്രിപ്പ് ഇട്ടില്ലെങ്കിൽ എന്താണെങ്കിലും ക്ഷീണം കുറയില്ലല്ലോ. പിന്നെ നമ്മളൊരു എന്താ പറയുക ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇനി ചെല്ലണം. അപ്പോൾ അവൻ്റെ കൈക്ക് പിന്നെയും എത്ര തവണ കുത്തിയാലാണെന്ന് ആലോചിക്കുക. അതൊരു കോഴ്സ് മരുന്നല്ലേ. അപ്പോൾ നമ്മളൊരു പീഡിയാട്രീഷനെ പോയി കണ്ടപ്പോൾ ആൾ വേറൊരു മരുന്നിന് തന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയി ഇഞ്ചക്ഷൻ എടുത്തോളാൻ പറഞ്ഞ് അവർ നല്ല സൂപ്പറായിട്ട് ക്യാനിലിട്ട് കെട്ടിവിട്ടു കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളെല്ലാവരും വീഡിയോസിൽ കണ്ടിട്ട് മോൻ്റെ കൈക്ക് എന്താ പറ്റിയത്, കൈക്ക് എന്തെങ്കിലും പറ്റിയതാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ തരാൻ പറ്റില്ലാത്തതുകൊണ്ടാട്ടോ കമൻറ്റിന് റിപ്ലൈ ഒന്നും ഇടാതിരുന്നത്. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആയിപ്പോയി. അപ്പോൾ കുഞ്ഞിനെ കുറിച്ച് ഇപ്പോൾ നിലവിൽ ക്യാനിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ വീട്ടിലിരിക്കുന്നത്. കാരണം ഇനി 3 ദിവസത്തെ ഇഞ്ചക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതുവരെയും ക്യാനിലേക്ക് കൂടി എന്താ പറയുക മെഡിസിൻ പോകണം എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ ക്ലോട്ടായിട്ടുണ്ടെങ്കിൽ ഇനി പാടാവും. കാരണം പലതവണ കുത്തേണ്ടി വരുമല്ലോ, അതൊരു ഭയങ്കര പാട് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ക്യാനിലിട്ട് വന്നിട്ട് കുഞ്ഞിനെ കൂട്ടിനെ ഉറക്കിയിട്ടേ ഇല്ല കേട്ടോ. ഭയങ്കര ബഹളമായിരുന്നു. അവനൊന്നാമത് ഇഷ്ടമല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവന് ഫുൾ കൈ ബനിയൻ ഇടുന്നത് കൂടി ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ അന്നത്തെ ദിവസം എനിക്കും ടെൻഷനായി. കാരണം അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ക്യാനിൽ ഊരി പോകാതെ നോക്കണം, ഊരി പോയിട്ടുണ്ടെങ്കിൽ ബ്ലഡൊക്കെ ചിലപ്പോഴെങ്കിൽ എടുക്കുമല്ലോ. അപ്പോൾ എനിക്കും തീരെ വയ്യ. ഞാനും പോയി 2 വട്ടം ട്രിപ്പൊക്കെ ഇട്ടിട്ട് വന്നതാണ്. പക്ഷെ രാത്രിയിൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരണില്ല. കാരണം കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഈ ക്യാനൽ ഊരി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ എനിക്കിങ്ങനെ അവനിങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന പോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നും കേട്ടോ. പിന്നെ ഒരു സെക്കൻഡ് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. ഞാൻ ഓടി വരും കേട്ടോ, അവൻ്റെ കാൽച്ചോട്ടിൽ വന്നിരിക്കും, കൈ നോക്കും. ഇത് തന്നെ നേരം വെളുത്തൊരു 5 മണിയെങ്ങാണ്ടായി ഞാൻ അന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴേ. പക്ഷെ അതോടുകൂടി ഞാൻ പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് പനിയും കൂടി ക്ഷീണവും കൂടി എല്ലാം കൂടി ഞാൻ ആകെ പാടെ പോയിട്ടോ. പിന്നെ വീണ്ടും പോയി ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് അത് ശരിയായത്. പക്ഷേ കുഞ്ഞിനെക്കൂട്ടൻ ക്യാനലയോട് അഡ്ജസ്റ്റ് ആയിട്ടോ. കയ്യിൽ കെട്ടിയിട്ടേക്കുന്ന സംഭവത്തോട് അവൻ അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യമൊക്കെ അവൻ കടിച്ചഴിക്കാൻ നോക്കി. ഞാൻ മറ്റേ കൈയും കൂടി കെട്ടി വെച്ചു. പക്ഷേ അവൻ ആ കൈ അധികം യൂസ് ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് അവൻ അഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം
നമുക്ക് അടിച്ചു പറിച്ചൊക്കെ നോക്കി, പക്ഷെ രക്ഷയില്ലായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഷാളൊക്കെ വെച്ച് കെട്ടി കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ അവന് എന്തിനാ അതിൻ്റെ ഒരു ആവശ്യം മനസ്സിലായെന്ന് തോന്നുന്നു. എന്നും രാവിലെയും വൈകുന്നേരവും പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഞാൻ തന്നെ കൊണ്ടുപോകേണ്ട ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ കുഞ്ഞിനെ കൊണ്ട് അച്ഛനൊരാവശ്യം വരെ ഒരു സ്ഥലം വരെ പോയേക്കാം ഒരാവശ്യത്തിന് വേണ്ടിയിട്ടേ. അപ്പോൾ അത് കാരണം ഇന്ന് ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ പോകുമെന്നൊക്കെ ആലോചിച്ചൊന്ന് ടെൻഷനൊക്കെ ആയിരുന്നു. കാരണം അവിടെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. പിന്നെ അവിടെ തിരക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലേ എന്താക്കും സ്കൂട്ടറിന് പോകണം. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ പോയി കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ അമ്പലം കണ്ടപ്പോൾ ചെറിയൊരു സങ്കടമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഈ വർഷം പോയത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചുമ്മാ തമാശ പോലെ ചോദിച്ചായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ വല്ല പ്രാക്കും നേർച്ചയും വല്ലതും ആണോ എന്ന്. എന്താണേലും അതൊരു തമാശ വെട്ടി തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം പ്രാക്കും നേർച്ചയൊന്നുമല്ല, ഇത് ബാങ്കിലെല്ലാ ബ്രാഞ്ചിലും വന്നു കേട്ടോ. വന്നവർക്കെല്ലാം ഇതുപോലെ നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയ ഹോസ്പിറ്റലിൽ തന്നെയാണ് മിക്കവരും പോയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ആദ്യം പനി കൊണ്ടുവന്ന ആൾക്ക് ഡോക്ടറോട് കമ്മീഷൻ കൊടുക്കാൻ പറയണമെന്നൊക്കെ. അതുപോലെ പനി വന്നപ്പോൾ എല്ലാവർക്കും പിടിച്ചു. കുഞ്ഞിനെ കൂടെ ഇത്തിരി അങ്ങോട്ട് എന്താ പറയുക, ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് അത്രയും ഒരു വയ്യായികയായി പോയത് കേട്ടോ. അപ്പം പ്രാക്കും നേർച്ചയൊന്നുമില്ല. പിന്നെ അവർക്ക് ഇങ്ങനെ കൂട്ടായ്മയും കുന്നായ്മയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണേലും അങ്ങനെ കൂട്ടായ്മയിലും കുന്നായ്മയിലും ഉള്ള ആൾക്കാർ ഒരു കുഞ്ഞിനെതിരെ ഇങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ എന്താ പറയുക, അവരുടെ മനസ്സൊക്കെ എന്തായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടായാലും നമുക്ക് വരാനുള്ളത് നമുക്ക് വരും. ഇപ്പം എന്താ, അല്ലാതെ ഇപ്പം എന്താ അതിനെക്കുറിച്ചൊക്കെ പറയുക അല്ലേ. അങ്ങനെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ല കേട്ടോ. 4 ദിവസം കൂടിയാണ് നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് മേടിക്കണത്. അതിന് മുന്നേ എന്ന് പറഞ്ഞാലേ കൊച്ചു വായും തുറക്കാനുള്ള ഒരു എന്താ പറയുക, വെള്ളം കുടിക്കാൻ പോലും അവന് പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചുണ്ടിലിങ്ങനെ തുണിയൊക്കെ വെച്ച് നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. പിന്നെ അതിനിടയ്ക്ക് ഫില്ലറിൽ നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്ന ഫില്ലറില്ലേ, അതിലൊക്കെ വെള്ളം ഇങ്ങനെ അല്പാൽപ്പമായിട്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ അവന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ വെള്ളം പനിക്കൂർക്കയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ ചെറിയ ചൂടാക്കിയിട്ടേ നമ്മൾ ഈ കുപ്പിയിൽ ഇങ്ങനെ വലിച്ച് കുടിക്കാൻ കൊടുക്കുവേ. അപ്പോൾ അങ്ങനെ കൊടുത്ത് വയറൊന്ന് ഇതാക്കി. പിന്നെ നമ്മൾ ലൈൻ ഡേറ്റ്സിൻ്റെ സിറപ്പ് അങ്ങനെയൊക്കെ അവനൊരു ജീവൻ വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു എനർജി കിട്ടാനൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ പല സാധനങ്ങളും മാറ്റി വാങ്ങിച്ച് കൊടുത്ത് നോക്കി. അപ്പോൾ ഇതിങ്ങനെ 2 സ്പൂണായിട്ട് ഇപ്പോൾ കഴിച്ചോളൂ. അപ്പോൾ രാവിലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഇച്ചിരിയെങ്കിലും ഒരു ആരോഗ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു നോക്കുന്നതാണേ. പക്ഷെ അതൊന്നും കഴിക്കാൻ അവന് ശേഷിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കൊടുത്ത് തന്നെ വയറൊന്ന് ഓക്കെ ആയി വന്നതിന് ശേഷം നമ്മൾ ഈ ഇതില്ലേ ഗ്ലൂക്കോസ് പൊടിയൊക്കെ, അപ്പോൾ അത് പൊടിയായിട്ട് വായിലിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ വാങ്ങിച്ചു നോക്കി. ഒരു രക്ഷയില്ല. പിന്നെ എന്നിട്ട് ഞാനൊന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് പൈനാപ്പിൾ ഇങ്ങനെ കുറച്ചിങ്ങനെ കട്ടിക്ക് ജ്യൂസ് അടിച്ചിട്ട് അത് കുടിക്കാൻ കൊടുത്തിട്ട്, അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞ് അവന് വിശക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. കാരണം ഒരു വയറിനൊരു കത്തൽ പോലെ വരുവേ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെക്കൂടെ എത്ര ദിവസം കൂടിയാണെന്നറിയാം കഞ്ഞി കുടിച്ചത്. അപ്പോൾ നിങ്ങളവൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഒത്തിരി ദിവസമായി ഒന്ന് ചിരിയെങ്കിലും മുഖത്ത് കണ്ടിട്ട് ആ കഞ്ഞി കൊടുത്തിട്ട് ഞാനൊരു ഉമ്മ കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനെ നല്ലൊരു ചിരിയൊക്കെ ആ മുഖത്ത് വന്നു. എൻ്റെ മനസ്സ് സത്യം പറഞ്ഞ് ഇന്നാട്ടോ ഒന്ന് സന്തോഷമായത്. കാരണം അവനിങ്ങനെ ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ അവൾക്കും തീരെ പറ്റില്ലായിരുന്നു. കൊച്ചിൻ്റെ കണ്ണ് പോലും കാണത്തില്ലാത്ത പോലെ കണ്ണിൻ്റെ പോളയൊക്കെ തടിച്ച് വീർത്തു വന്നു ഈ പനിയുടെ ആ ചൂടുകൊണ്ടേ. പക്ഷെ അവൾക്കുള്ളൊരു എക്സ്ട്രാന്ന് പറഞ്ഞാൽ അവൾ പാൽ കുടിക്കുന്നു. ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളത് കൊണ്ട് എന്താണേലും അവൾക്കൊരു ക്ഷീണമോ കാര്യങ്ങളോ വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന മെഡിസിൻ അത്യാവശ്യം ഡോസ് ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡോസും എല്ലാം കൂടി ആവുന്നതിൽ അവൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിനെ കൊണ്ട് അത്രയും അവളെ അങ്ങ് എഫക്റ്റ് ചെയ്തില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷെ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ പുണ്യേ മതി. പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമായി. അവൻ ആ കഞ്ഞി കുടിച്ചതോടുകൂടി എനിക്ക് ഏകദേശം ഒരു സമാധാനമായി. ഞാൻ കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, ദൈവമേ എൻ്റെ കൊച്ചിന് പഴയതുപോലെ ആവില്ലേ. കാരണം ഇത്രമാത്രം ഫുഡ് കഴിക്കാതെ അവൻ ജനിച്ചത് പിന്നെ ഇങ്ങനെ ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നണില്ല അവൻ ഇതുപോലെ ഫുഡ് കഴിക്കാതെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊരുമാതിരി കൊറോണ പോലത്തെ ഒരു വൃത്തികെട്ട പനിയാണ്. നമ്മുടെ അടുത്തേക്കൂടെ ഇങ്ങനെ ഒരു കാറ്റടിച്ചാലും മതി കേട്ടോ അവർക്ക് പനി വരാനായിട്ട്. കാരണം ഞങ്ങൾ പീഡിയാട്രിഷനെ കാണാൻ പോയപ്പോൾ നമുക്കിവിടെ ഈ മോട്ടർ കേടായി പോയിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അച്ഛന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അനിയനെ വിളിച്ചിട്ടാട്ടോ അവൻ്റെ കൂടെയാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ബൈക്കിലാണ് ഇരുന്നത്, കാറിൻ്റെ ബൈക്ക് സീറ്റിലാണ് ഇരുന്നത്. അവൻ പിന്നെ അങ്ങനെ വേറെ എന്താ പറയുക അങ്ങനെ അടുത്തിടപഴകുന്നില്ലല്ലോ. അവൻ വണ്ടിയെ തന്നെ ഇരുന്നതേ ഉള്ളൂ. പക്ഷേ അവനും പനി പിടിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ചെറിയ ഒരു അടുത്തേക്ക് കൂടി പോയാൽ വരെ ചാടി പിടിക്കണ ഒരുമാതിരി പനിയെന്ന് പറഞ്ഞാൽ അതുമാതിരി വൃത്തികെട്ട പനി, നമ്മളെ കൊന്നിട്ടേ പോകുള്ളൂ എന്ന് വിചാരിക്കണ ഒരു സൈസ് പനി.
അപ്പോൾ ഇന്ന് പനിക്കഥയൊക്കെ കേട്ട് 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 നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിച്ചേക്കുക. പിന്നെ പേരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മറക്കണ്ട. എൻ്റെ മനസ്സിലുള്ള പേരെന്താണെങ്കിലും ഞാനിടും. പിന്നെ അതിൽ നല്ലൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണേ. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടൻ ഇന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടം നന്നായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാം അമ്പലത്തിൻ്റെ വാതിൽക്കലാണ് ഈ ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തി വലിഞ്ഞു നോക്കാതെ പോരാറില്ല കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ അവനെയും കൊണ്ട് പോകാൻ നേരത്തെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ സ്കൂട്ടറൊക്കെ ആയിട്ട് പോകാൻ പറ്റുമോ? കാരണം എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ പുറത്ത് വെയിലത്തേക്കൊക്കെ നോക്കുമ്പോൾ കണ്ണിനൊക്കെ എന്തൊക്കെയോ മാതിരി കേട്ടോ. അതിങ്ങനെ ഒരുപാട് ഡോസുള്ള, എനിക്ക് ഒന്നാമത് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. എന്താണെങ്കിലും വണ്ടിയൊക്കെ ഓടിച്ച് പോയപ്പോഴും ഞാൻ തമ്പനോട് പറയുമായിരുന്നു, റോട്ടിൽ വീണ് പോവാടാ, എനിക്കെന്തോ പോലെ തോന്നുന്നു, കണ്ണിങ്ങനെ കാണാൻ പറ്റില്ലാണ്ട് ആവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പോയിട്ട് വന്നു. അപ്പം അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ, നമ്മുടെ പനി വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരെയും എന്താ പറയുക, അപ്പോൾ നിങ്ങളും പനിയൊന്നും പിടിപ്പിക്കാതെ സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.